ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ വയനാടിന്റെ വികസനത്തിന് കർമ്മരേഖയുമായി സ്ത്രീകളുടെ വിമൻ ചേംബർ ഓഫ് കൊമേഴ്സ് വിവിധ മേഖലകളിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള കർമ്മരേഖയുടെ പകർപ്പ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾക്ക് കൈമാറും. വയനാടിനെ വ്യാവസായിക രംഗത്തെ സ്ത്രീ സൗഹാർദ്ദ ജില്ലയായി പ്രഖ്യാപിക്കണമെന്ന് കർമ്മരേഖയിൽ ആവശ്യപ്പെടുന്നുണ്ടെന്ന് ചേംബർ ഭാരവാഹികൾ കൽപ്പറ്റയിൽ പറഞ്ഞു. വയനാടുമായി ബന്ധപ്പെട്ട വിവിധ മേഖലകളിൽ നടപ്പാക്കേണ്ട വികസനങ്ങളാണ് വിമൻ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ കർമ്മരേഖയുടെ ഉള്ളടക്കം. ഗോത്രവർഗത്തിൽപ്പെട്ടവരെ സംരംഭകരാക്കുന്നതിന് ഗോത്ര വ്യവസായ പ്രമുഖ് എന്ന പേരിൽ പ്രത്യേക പദ്ധതി ആവിഷ്കരിക്കുക, 5 വർഷത്തിനകം കുറഞ്ഞത് 50 വിമൻ സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കുക, വയനാടിനെ റെയിൽവേ ഭൂപടത്തിൽ ഉൾപ്പെടുത്തി മൈസൂരുവിലേക്ക് റെയിൽപാത നിർമ്മിക്കുക, വന്യമൃഗ പ്രശ്നങ്ങളിൽ ശാശ്വത പരിഹാരം കാണുക തുടങ്ങി 100ഓളം ആവശ്യങ്ങളാണ് മാനിഫെസ്റ്റോയിലുള്ളത്. കർമ്മരേഖയുടെ പ്രകാശനം കൽപ്പറ്റയിൽ വിമൻ ചേംബർ ഓഫ് കൊമേഴ്സ് ഭാരവാഹികളുടെ നേതൃത്വത്തിൽ നടന്നു. സാധാരണ ഇലക്ഷൻ മാനിഫെസ്റ്റോ പോളിസി ഇതെല്ലാം പുരുഷ കേന്ദ്രീകൃതമാണ്. ഞങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് ഞങ്ങളൊരു മാനിഫെസ്റ്റോ ആയിട്ട് ഇറക്കുന്നു. ജയിക്കുന്നത് ആരാണോ അവരിത് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഞങ്ങൾ ഇവാലുവേറ്റ് ചെയ്യും. മാനിഫെസ്റ്റോയുടെ പകർപ്പ് മണ്ഡലത്തിലെ പ്രധാന സ്ഥാനാർത്ഥികൾക്ക് വരും ദിവസങ്ങളിൽ കൈമാറുമെന്നും തെരഞ്ഞെടുക്കപ്പെടുന്നയാൾ എന്തെല്ലാം ചെയ്യുന്നുവെന്ന് ചേംബർ നിരീക്ഷിക്കുമെന്നും പ്രസിഡന്റ് ബിന്ദു മിൽട്ടൺ, സെക്രട്ടറി സജിനി ലതീഷ്, മറ്റു ഭാരവാഹികൾ എന്നിവർ കൽപ്പറ്റയിൽ പറഞ്ഞു. റിപ്പോർട്ടർ, വയനാട്.